നമ്മളിങ്ങനെയൊക്കെ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇന്ന് രക്ഷപ്പെടണ്ടേ? എൻ്റെ കയ്യിൽ ഒരു പ്രൊഡ്യൂസറുണ്ട്. എൻ്റെ കയ്യിലല്ല, സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കമ്പനിക്കാരനുണ്ട്. അവനൊരു കഥ എഴുതിയിട്ടുണ്ട്. ആ കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡയറക്റ്റ് ചെയ്യാൻ സത്യത്തിൽ ആളില്ല. പിന്നെ ഞാൻ എന്തിനാടാ ഇവിടെ ഇരിക്കുന്നത്? നിനക്കറിയത്തില്ല എന്നെ? എടാ, എനിക്ക് നിന്നെ അറിയാം. ആ കഥ ഞാൻ വായിച്ചതാ. ഇതൊരു നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പൊ നമുക്ക് ബ്രില്യൻ്റ് ആയിട്ട് എടുക്കാം. എടാ, നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുമെന്നുള്ളതാണ് എൻ്റെ സംശയം. എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുമെന്നോ? ആ എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നോ? എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നീ എന്താ ചെയ്ത്? വിവരമില്ലാത്ത ഭാര്യയെ നോക്കുന്നു, ബുദ്ധിയില്ലാത്ത നിന്നെ ചെലവ് തരുന്നു, ഒരു മണ്ട മുത്തുവിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് ജീവിക്കുന്നു. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? എടാ, നീ നിന്റെ എന്തെങ്കിലും വർക്ക് കാണിക്കാനുണ്ടോ പ്രൊഡ്യൂസറിനെ? കാണിക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ എൻ്റെ വാക്കിൻ്റെ പുറത്ത് പുള്ളി എന്നോടുള്ള വിശ്വാസം കൊണ്ട് വല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ എന്നെ എന്തെങ്കിലും ചെയ്യണോടാ? രക്ഷപ്പെടണ്ടേ? രക്ഷപ്പെടണം, അല്ലെങ്കിൽ നാളെ തൊട്ട് നിന്റെ ഇവിടുത്തെ ജീവിതം ദുഷ്കരമായിരിക്കും ആ പ്രൊഡ്യൂസറിനെ എന്നെ പരിചയപ്പെടുത്തില്ലെങ്കിൽ. എടാ, എൻ്റെ ആ പ്രൊഡ്യൂസർ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പ്രൊഡ്യൂസർമാർ വരും, കഥ വരും, കാര്യങ്ങൾ വരും. നീ അതും കൂടെ മനസ്സിലാക്കണം. അല്ല, നീ എന്നെ ഇതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തുകയല്ല വേണ്ടത്. എന്നിട്ടാണ് നീ 10-15 ദിവസം കൊണ്ട് ഇവിടെ വന്ന് തിന്നും കുടിച്ചു ഇവിടുന്ന് ജീവിച്ചേച്ച് എൻ്റെ അടുത്ത് പ്രൊഡ്യൂസർ ഉണ്ടെന്നും കഥ ഉണ്ടെന്നും പറയാഞ്ഞത്? ഇവിടെ ഒരു സിനിമയൊക്കെ വർക്കൗട്ടായി വരാൻ അതിൻ്റെ ആയിട്ടുള്ള കാലതാമസങ്ങളുണ്ട്. നീ എന്നോട് ഇതൊന്നും അറിയാതെ കൊച്ചുപിള്ളേരെ പോലെ സംസാരിക്കുന്നു. പ്രൊഡ്യൂസറിനെ വിളി, എപ്പോൾ കാണാൻ ചോദിക്കും. ഞാനൊന്ന് പേഴ്സണലായിട്ട് പുള്ളിനെ ഒന്ന് വിളിക്കട്ടെ ആദ്യം. പേഴ്സണലോ? നിൻ്റെ തൽക്കാലം പെട്ടെന്ന് നമ്പർ തരാനോ ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ നിന്നെ ഇപ്പം കേൾപ്പിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞങ്ങൾ സംസാരിക്കട്ടെ. ആദ്യം പുള്ളിയെ ഞാൻ ആ ക്യാരക്ടറിന്ന് മനസ്സിലാക്കട്ടെ ആദ്യം. പോരാ, എവിടെയില്ല. എൻ്റെ ദൈവം, ഇതെന്തോ കലികാലം. ഞാനൊരു പനി കാലപ്പൊക്കി തുടങ്ങിയല്ലോ. ഹലോ ഹലോ സാറേ, അഭിഷേക് സാറല്ലേ? ഹലോ, അഭിഷേക് സാറല്ലേ? ആരാ പറ? എന്നെ മനസ്സിലായില്ലേ? ഞാനാ നമ്മുടെ സ്ക്രിപ്റ്റൊക്കെ എഴുതുന്ന. ഇവിടെ ഒരു ദിവസം 10 സ്ക്രിപ്റ്റ് മിനിമം വരുന്നത്. തന്റെ സ്ക്രിപ്റ്റ് ഏതാ? അതെ, നളിൻ ആക്ഷൻ. നമ്മുടെ മിലന്റെ ഫ്രണ്ട്. താൻ ആക്ഷൻ കട്ടണമെന്ന് എനിക്കറിയില്ല. താൻ ആരാ? നളിൻ ആക്ഷൻ, മറ്റേ ചോട്ടരക്കാരല്ലേ? എന്താ വിളിച്ച കാര്യം എന്താ? അല്ല സാറേ, ഞാൻ വിളിച്ചത് മറ്റേ നമുക്ക് ആ കഥ ചെയ്യാൻ പറ്റിയൊരു ഡയറക്ടറിനെ വേണമായിരുന്നല്ലോ. ഞാൻ അന്ന് പറഞ്ഞല്ലേ. അത് ആളെങ്കിലും ഉണ്ടോ? ആളുണ്ടോ? അല്ല, ഒരാളുണ്ട്. നമുക്ക് അത്യാവശ്യം ടാലന്റ് ആയിട്ടുള്ള ഒരു ആളുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കാമെന്ന് ഓർത്തായിരുന്നു. അധികം പൈസ കൊടുക്കാൻ പറ്റില്ല, അവനൊരു അവസരം കൊടുക്കുക, അത്രേ ഉള്ളൂ. ഓ, അങ്ങനെയാണല്ലേ. അല്ല സാറേ, നമുക്ക് ഒന്ന് നേരിട്ട് കാണാൻ എപ്പോഴാ സാധിക്കുന്നത്? ആദ്യം താൻ ആളാരെന്ന് പറയാം, എന്നിട്ടല്ലേ കാണണോ വേണ്ടെന്നുള്ളത്. ആളെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ടാണ്. ആളുടെ ടാലന്റ് അതന്നെ സാറേ. ആവർത്തനം പറഞ്ഞ സാറേ. സാറേ എന്നെ നോക്കണ്ട. ആൾ ഡീസൻ്റാണ്. ആള് ഒരു ഫാമിലി മാനാണ്. സുബ്ബു എന്നാണ് പേര്. ചെയ്ത വർക്കുകളൊക്കെ നമുക്ക് കാണിക്കാം. സാറ് സംസാരിച്ചു നോക്ക്. കൊണ്ട് ഇന്നിപ്പോ 1 1 2 2 2 4 4 4 8 നാളെ വരട്ടെ. 8 8 16 16 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 26 26 ആൽഫബറ്റ്. അപ്പൊ ABCD HH എല്ലാമിനെ PQRS QVWXYZ. താരുപണി ഞാൻ നോക്കിയിട്ട് പറയാം. ശരി വെച്ചോ. സാറേ, കട്ട് ചെയ്തോ സാറേ? കട്ട് ചെയ്തോ? അയ്യോ, എന്തുവാ? അതെ, ആ സോഡ കുപ്പി എന്നെ ഒളിഞ്ഞു നോക്കി. നളിൻ ആക്ഷൻ. എടി പോടി ഇരുന്നിട്ട് അവൻ ഒന്നും നോക്കത്തൊന്നുമില്ല. അവൻ എന്നെ പെങ്ങളെ പോലെ തന്നെ. വെറുതെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടത് ആ സോഡ കുപ്പിയും കൊണ്ട് ഇങ്ങനെ നോക്കുന്നത്. ഞാൻ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുമ്പോ. എന്താ നിനക്ക് വിശ്വസിക്കാൻ ഇത്ര പാട്? ഞാൻ പറയുന്നതാണോ അവൻ? ഞാൻ വെറുതെ ഒന്നും പറയണ്ട കേട്ടോ. എടി, അവൻ പ്രൊഡ്യൂസറിനെ കണ്ട് വിളിക്കാൻ പോവാ. എന്റെ കണ്ണുകളെയാണോ നിനക്ക് വിശ്വാസം, അല്ല അവനെയാണോ? അവൻ അങ്ങനെ ചെയ്യൂ, എനിക്ക് തോന്നുന്നില്ല. ഈ വീട്ടിലൊരു വന്ന് മനുഷ്യന് മര്യാദക്ക് ഡ്രസ്സ് മാറാൻ പോലുള്ള സ്വാതന്ത്ര്യം ഇല്ലാണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോവാണ്. ഉറപ്പാണോ നിനക്ക് അവനാന്ന്? അവനാണെന്ന് ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസം ഇല്ലേ? ചോദിക്കാം.
ഉറപ്പാന്നല്ലോ. ഉറപ്പാന്ന് ഞാൻ പറഞ്ഞ, ഇല്ലെങ്കിൽ ഞാൻ വാ. എടാ ഇവിടെ എന്തൊരു സൗണ്ട് കേട്ടോ? ആഹാ, സൗണ്ട് കേട്ടാ എന്താന്ന് നിനക്ക് മനസ്സിലായില്ല അല്ലേ? ഒന്നും അറിയില്ലല്ലേ? നീ എന്താ പൊട്ടം കളിക്കാണോടാ? പൊട്ടം കളിക്കാ? എന്റെ അടുത്താ നിന്റെ കളി? എനിക്ക് മനസ്സിലായില്ല. അയ്യോടാ, ഒന്നും അറിയാത്തവരുള്ള കുട്ടി, അവനൊന്നും മനസ്സിലായിട്ടില്ലെന്ന്. എന്താ അഭിനയം! ആ നാട്ടുകാരെ കേക്കട്ടെ, ഇവന്റെ കയ്യിലിരിപ്പ് നാട്ടുകാരെ അറിയട്ടെ. വൃത്തികെട്ടവൻ. നിന്നെ പോലത്തെ ഒരുത്തന്റെ കൂടെ ആണല്ലോടാ ഞാൻ ഇത്രയും ദിവസം ഈ വീട് ഷെയർ ചെയ്തത്. വൃത്തികെട്ടവൻ. അയ്യോ, നോക്ക് അവന്റെ അഭിനയം എനിക്കുണ്ടല്ലോ. എന്റെ ശോഭനയെ ഒന്ന് നിർത്ത്, ശോഭനയെ ഒന്ന് നിർത്ത്. അയ്യോ, ഇവക്ക് ഭ്രാന്താടാ. അടങ്ങ സൗകര്യമില്ല. ഇവ കാണിച്ച തെമ്മാടിത്തരം എന്താന്ന് നിനക്കറിയോ? എന്ത് തെമ്മാടിത്തരം ഞാൻ കാണിച്ചു? അയ്യോ, എന്ത് തെമ്മാടിത്തരം നിനക്ക് മനസ്സിലായിട്ടില്ലല്ലേ? ഇവനെ പോലെ അഭിനയിട്ടില്ല. ഓസ്കാർ കിട്ടിയാണ്, ഓസ്കാർ. ഞാൻ ചോദിക്കാം, ഞാനില്ലയോ? ഞാൻ നിന്റെ കെട്ടിയവനായിട്ട് ഇവിടെ നിൽപ്പില്ല. ഞാൻ കെട്ടിയവനല്ല, എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ നീ ഇങ്ങനെയാണോടാ പെരുമാറാ? നീ ചോദിക്കണ്ട. കൂൾ ഡൗൺ ആവടി, വൃത്തികെട്ടവൻ. ഇനി ഇവൻ എന്റെ കൺവെട്ടത്ത് കണ്ട എന്റെ കൺട്രോള് നാട്ടുകാരെല്ലാം കേൾക്കുന്നു. പോകുന്നുണ്ട്. പിന്നെ ഇവിടെ എന്റെ മുന്നിൽ സംസാരിച്ച് നിനക്ക് കൂടെ കിട്ടിയ എന്റെ കയ്യിന്ന്. വൃത്തികെട്ടവൻ. പെട്ടി കിടക്കി എടുത്ത് ഇവിടുന്ന് വിട്ടോണം അവനെയും കൊണ്ട്. ഇടിയാടാ അവള് ഇടിച്ചത്. നീ എന്തോ പരിപാടിയാണ് കാണിച്ചത്? പരിപാടി കണ്ടോ? മോന്ത്ര ഷേപ്പ് മാറി. ഒരുമാതിരി മറ്റടുത്ത പരിപാടി കാണിക്കരുത്. ഇത് മറ്റടുത്ത പരിപാടി. നീ എന്തിനാടാ അവളവിടെ തുണി വാർന്ന തുറഞ്ഞു നോക്കിയത്? നീ എന്നൊക്കെയാ പറയുന്നത്? തെരിഞ്ഞു പറഞ്ഞം. അവള് കള്ളത്തരൊന്നും പറയത്തില്ല കേട്ടോ. ഇടാ, അവക്ക് പ്രാന്താടാ. അല്ലെങ്കിൽ അവൾ ഇങ്ങനെ കാണിക്കും, ഈ പണി കാണിക്കുക. അവള് നിന്നെ കണ്ടെന്നാ പറഞ്ഞത്. ഞാൻ ഈ പരിമ്പറത്ത് നോക്കിയപ്പോ ഒരു മനുഷ്യനെ വിടില്ലായിരുന്നല്ലോ. ഞാൻ പിന്നെ അവളുടെ മുന്നിൽ വെച്ചൊന്നും പറയാതാ കേട്ടോ. പണ്ടത്തെ പരിപാടി ഷോ ഇറക്കാൻ നിൽക്കരുത് കേട്ടോ. ശോഭന നിന്റെ ഭാര്യയാണെങ്കിൽ എനിക്ക് എന്റെ പെങ്ങളെ പോലെയാ. നീ ആ വർത്താനം നീ എന്നോട് പറയരുത് കേട്ടോ. ഇതിന്റെ അത് വല്ല തെളിവുണ്ടോ? ഞാൻ ആ ഫോം വിളിക്കാൻ വേണ്ടി, പ്രൊഡ്യൂസറെ ഫോം വിളിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോയല്ലേ. ഓഹോ, ഇപ്പഴും ഇവനോട് ശൃംഖരിച്ചോണ്ട് നിൽക്കുകയാണല്ലേ? ഇവിടെ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ആ പ്രൊഡ്യൂസറിന്റെ അടുത്ത് സംസാരിക്കാൻ അങ്ങോട്ട് പോയായിരുന്നു. അത് ഞാൻ കണ്ടതാ. ഞാൻ തെളിവുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇവൻ സംസാരിച്ച് അങ്ങോട്ട് പോയ സമയത്താണ് നീ സൗണ്ട് ഉണ്ടാക്കിയത്. നീ സൗണ്ട് ഉണ്ടാക്കിയപ്പോഴാണോ ഞാൻ അങ്ങോട്ട് വന്നത്? ആന്നല്ലോ. ഇവൻ എന്നെ നോക്കിയപ്പോഴാണ് ഞാൻ അലറിയത്. ഞാൻ പറയുന്നതാണോ ഇവൻ പറയുന്നതാണോ നിനക്ക് വിശ്വാസം? എനിക്ക് ഇപ്പൊ അറിയണം. നീ നോക്കിയായിരുന്നോ? ഞാൻ നോക്കിയോന്ന് വെച്ച ഒരു സൗണ്ട് കേട്ടപ്പോ ഞാൻ ആ ജനലിൽ ആരാ നോക്കിയപ്പോ ഒരു കാർഡ് കേട്ടപ്പോ ഞാൻ ഇങ്ങോട്ട് പോകും. ആഹാ, നീ സൗണ്ട് കേട്ടപ്പോഴാണല്ലേ നോക്കിയത്. അതിന് മുമ്പ് നീ അങ്ങോട്ട് നോക്കിയില്ല അല്ലേടാ? നീ ഒളിഞ്ഞു നോക്കിയില്ല അല്ലേടാ? പച്ച കള്ളാണ് ഇവൻ പറയണം. നിനക്ക് എന്നെയല്ലേ ഇവനെയാണല്ലേ ഇപ്പോഴും വിശ്വാസം? എടി, വിശ്വാസത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരുടെ. ഒന്നും കേൾക്കണ്ട. ഇവനെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ടോ ഇല്ലയോ? രണ്ടും ഇവിടെ ഇറങ്ങുന്ന. ഓക്കെ, ഡിവോഴ്സ്. ഇനി നമുക്ക് കുടുംബ കോടതി കാണാം. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. നീ ഇതിന് അനുഭവിക്കോടാ. ഞാൻ എണ്ണി പകരം ചോദിക്കും. നിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേട്ടോടാ. രണ്ടെണ്ണത്തിനെയും ഞാൻ കോടതി കേട്ടോടാ. പോടാ. ഞാൻ നിക്കണാതെ പോണ. എന്റെ തലയിൽ വരുന്ന കുരിശുകൾ രണ്ടെണ്ണം കൂടെ പണ്ടോരോണം. മഴ പെയ്ത് പൂള് നിറയുമല്ലോ. നീ ആരും ഇതിനകത്തെ വെള്ളം മൊത്തം പോരും. മുത്തണ്ണ, അതെ, ആ നളിനാക്ഷൻ ഞാൻ ഡ്രസ് മാറുമ്പോ എന്നെ ഒളിഞ്ഞു നോക്കി. எனக்கு அப்பவே தெரியும் அவன் பொறுக்கி பையன். நான் நண்பன் கிட்ட பல தடவை சொல்லியிருக்கேன், அவன் கேட்கலையே. കണ്ടോ, മുത്തുവണ്ണന് ഇത് മനസ്സിലാവുന്നുണ്ട്. എന്റെ ഭർത്താവ് സുബുന് ഇത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അവൻ അവന്റെ ഭാഗത്ത് നിൽക്കണം, നളിനാക്ഷന്റെ ഭാഗത്ത്. ഞാൻ വെറുതെ പറയണം, എനിക്ക് സംശയം തോന്നിയിട്ട് പറയണമെന്ന്. അങ്ങനെ ആരെങ്കിലും പറയോ മുത്തണ്ണ? സംശയത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു അപവാദം ആരെങ്കിലും പറയോ? இல்லம்மா நீ சொல்ல மாட்டேன், எனக்கு புரியுது, உன் கஷ்டம் எனக்கு புரியுது. நண்பன் கிட்ட என்ன சொல்றான் நண்பன்? അവൻ പറയാ അവൻ അങ്ങനെ തെറ്റൊന്നും ചെയ്യത്തില്ല. അവൻ മറ്റേ പ്രൊഡ്യൂസറെ വിളിച്ച അവൻ ആ സോഡാ കുപ്പി കണ്ണടയും വെച്ചാ ഇതിന്റെ ഉള്ളിൽ കൂടെ എന്നെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയാ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. பண்ணுவான் பொறுக்கி அவன் பண்ணுவான், கண்டிப்பா பண்ணுவான் അവൻ. ഞാൻ ഇനി എന്ത് ധൈര്യത്തിലാ വീട്ടിൽ നിൽക്കുക? ഞാൻ നിക്കില്ല. ഞാൻ അവനെ ഡിവോഴ്സ് ചെയ്തിട്ട് എന്റെ വീട്ടിൽ പോവാൻ പോവാ. നീ പോമാ, അതാണ് നല്ലത്. ഇല്ല എങ്ക വീട്ടിൽ വന്നിരു നീ. മുത്തണ്ണ, അതെ, മുത്തണ്ണൻ ചന്ദനേനെ സ്നേഹിക്കുന്ന കാണുമ്പോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതുപോലൊരു ഭർത്താവിനെ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ. അപ്പടിയാ? ആ, മുത്തണ്ണനെ കാണാൻ നല്ല സ്മാർട്ടാ.
മുത്തുവണ്ണന്റെ വേ ഓഫ് ടോക്ക് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുബുവിനെ ഡിവോഴ്സ് ചെയ്തിട്ട് എനിക്ക് വീട്ടിൽ കയറി ചെല്ലാൻ പറ്റത്തില്ല. മുത്തുവണ്ണൻ എന്നെ സ്വീകരിക്കോ?